മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സ്വകാര്യ ഹെലികോപ്റ്റർ യാത്രയും വിരുന്ന് സൽക്കാരവും കത്തുന്നു. രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും പി രാജീവും രംഗത്ത്. മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച മന്ത്രി കെ മുരളീധരൻ. സംഭവത്തിൽ സതീശനെതിരെ പാർട്ടിക്കുള്ളിലും വിമർശനം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സ്വകാര്യ ഹെലികോപ്റ്റർ യാത്രയും വിരുന്ന് സൽക്കാരവും യു.ഡി.എഫിന് തലവേദനയായി മാറുകയാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കും സംഭവത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. വിഷയത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. യാത്രയുടെ പണം മുഖ്യമന്ത്രിയിൽ നിന്ന് ഈടാക്കണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ ഹെലികോപ്റ്റർ സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിലെ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ യാത്രയിൽ ചിലവായ ഫണ്ട് എവിടെ നിന്നാണ് ഈടാക്കുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം. പ്രളയ ദുരിതാശ്വാസത്തിനോ അടിയന്തര ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ അല്ല, മറിച്ച് തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് 2 തവണ ഹെലികോപ്റ്റർ പറഞ്ഞത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് നാടിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കാണ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികൾ സ്വന്തം സുഖ സവാരിക്കാണ് അത് ഉപയോഗിക്കുന്നത്. ജനം എല്ലാം കാണുന്നുണ്ടെന്ന് മുൻമന്ത്രി പി രാജീവും പ്രതികരിച്ചു. അല്ല, അതിലിപ്പോ നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത ബുധനാഴ്ച എന്ത് പറയും? ഈ ഹെലികോപ്റ്റർ വെറുതെ ഇവിടെ കിടക്കല്ലേ? കേരളത്തിന്റെ പണം വെറുതെ നശിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിൽ ഞാനൊന്ന് പോയാൽ വെറുതെ അത്രയെങ്കിലും നാടിന് ഗുണമുണ്ടാവട്ടെ. ഞാനപ്പോൾ കാറിലാണ് സഞ്ചരിച്ചിരുന്നെങ്കിൽ ആ കാറിൽ അടിക്കാവുന്ന ഇന്ധനം ഇതുവഴി ലാഭിക്കാൻ കഴിഞ്ഞു. ഇതാകുമ്പോൾ പണം കൊടുത്തിട്ടുള്ളതാണല്ലോ എന്നതായിരിക്കും ബുധനാഴ്ച പറയാൻ പോകുന്ന കാര്യം എന്നുള്ളത്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം 6-7 തവണയോളമാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിങ്ങുന്ന ആളുടെ ശരീരത്തിനകത്തുള്ള ഹൃദയമല്ല, നേരെ പെട്ടിയിലുള്ള ഹൃദയവുമായിട്ട് എത്ര തവണ ഇങ്ങോട്ട് വന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പോയി മറ്റു കാര്യങ്ങൾക്കാണ് വിനിയോഗിച്ചത്. അതിനെപ്പോലും എത്രമാത്രം അധിക്ഷേപിച്ചു. കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയെ എന്തെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാനായിട്ട് ഇത് ഉപയോഗിച്ചു. ഇപ്പോഴോ അതേ ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുകയാണ്. അത് നാടിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ തെറ്റില്ല, എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും വിമർശനങ്ങൾ വരുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് കെ മുരളീധരൻ രംഗത്തെത്തി. അല്ല, പിന്നെ ഹെലികോപ്റ്റർ പെട്ടെന്ന് ഒരാവശ്യം വന്നാലല്ലേ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാറിൽ പോയാൽ പോരെ. കാറും ട്രെയിനും എത്താൻ വൈകുന്നിടത്താണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. അത് സാധാരണ പതിവാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ ഹെലികോപ്റ്റർ കയറിയ ഞങ്ങൾ ആരും പരാതി പറഞ്ഞിട്ടില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.